നടിയെ ആക്രമിച്ച കേസിൽ വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനും വിചാരണയ്ക്കും ഒടുവിൽ ആക്രമിക്കപ്പെട്ട സ്ത്രീക്ക് കിട്ടേണ്ട ന്യായത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് കുറ്റവിമുക്തനാക്കപ്പെട്ട 8ാം പ്രതി ദിലീപിന്റെ സിനിമ കേരളത്തിൽ ഇറങ്ങുമ്പോൾ അത് കാണാതിരിക്കുക എന്ന് തീരുമാനിക്കുന്നതാണ് അതിജീവിതയോട് പൊതുസമൂഹത്തിന് കാണിക്കാൻ പറ്റുന്ന നീതി. ആക്രമിക്കപ്പെട്ട സ്ത്രീയോട് ഐക്യദാർഢ്യപ്പെടാൻ പറ്റുന്ന സന്ദർഭം, മാനവികതയുടെയും ഫെമിനിസ്റ്റ് നിലപാടുകളുടെയും ഉറക്കെയുള്ള പ്രഖ്യാപനം. ബഹിഷ്കരണം ഒരു രാഷ്ട്രീയ സമരരീതി കൂടിയാണ്. അവൾക്കൊപ്പം എന്ന് മാത്രമല്ല, അവനോടൊപ്പമല്ല എന്ന് വിളിച്ചു പറയലാണ്. കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ കോടതിയിൽ നിന്നിറങ്ങി വന്ന ദിലീപ് ആദ്യ ഡയലോഗിൽ തന്നെ പകയോടെ പറഞ്ഞത് മഞ്ജു വാര്യർക്കെതിരെയായിരുന്നു. അതിലുണ്ടായിരുന്നു അയാളുടെ പക എവിടെ തുടങ്ങിയിരുന്നു എന്നതിന്റെ സൂചനകൾ. മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ എഴുതി, ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ആസൂത്രണം ചെയ്തവർ, അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസിലും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ. അത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും, ഓരോ സ്ത്രീക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. ഉണ്ടായേ തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം.